Hello dear students, Principle of Programming and Problem Solving. അല്ല, ഈ ചാപ്റ്റർ ഒന്ന് ക്യുക്കായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? യെസ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് പഠിക്കേണ്ടത് അപ്രോച്ചസ് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം അത് കൈകാര്യം ചെയ്യുന്ന രീതിനെ പറഞ്ഞ പേരാണ് അപ്രോച്ചസ്. രണ്ട് അപ്രോച്ചസ് ആണ്. ഫസ്റ്റ് അപ്രോച്ച് ഈസ് കോൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഒരൊറ്റ കാര്യം പഠിച്ചാലും മതി. മെയിനിൽ നിന്നും സബിലേക്കാണ്, മുകളിൽ നിന്നും പ്രിൻസിപ്പാളിൽ നിന്നും ടീച്ചേഴ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. മെയിൻ ടു സബ്, ഈ കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് എന്താ? ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയും. എന്തൊക്കെയാ? ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആക്കുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഒരുപാട് പേരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ബ്രിങ് മോർ പീപ്പിൾ, അലോ മോർ പീപ്പിൾ ടു വർക്ക് ഫോർ ദ സൊല്യൂഷൻ. ഒരുപാട് പേരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഞാൻ മാത്രമാണ് ചെയ്യുന്നത്, ഒരുപാട് പേരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഓരോ പാർട്ടും എന്താ ചെയ്യുക എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ക്ലാരിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഈച്ച് പാർട്ട്. നല്ല അല്ലേ, വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും. ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത്. എന്താടാ? അഡ്വാൻറ്റേജസ് ഓഫ് ടോപ്പ് ഡൗൺ ഡിസൈൻ ആണ്. എന്നാൽ ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തുനിന്ന് മുകളിലോട്ട്, ദാറ്റ് ഈസ് സബിൽ നിന്നും മെയിനിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരിക. ഈ അപ്രോച്ചിനെ പറയുന്ന പേരാണ് ബോട്ടം അപ്പ് ഡിസൈൻ. ഒരു ബുദ്ധിമുട്ടില്ല, ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ടോപ്പിക് നമ്പർ 1 ഈസ് ഓവർ. കം ടു ദി ടോപ്പിക് നമ്പർ 2. ടോപ്പിക് നമ്പർ 2 ഈ ടോപ്പിക് നമ്പർ 2നെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലേ. ടോപ്പിക് നമ്പർ 2 ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിങ്ങിൻ്റെ ഫേസസ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താ? പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അത് എന്താ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് എന്താണ് പ്രോബ്ലം, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ സ്റ്റെപ്പാക്കി ചെയ്ത അൽഗോരിതം, അതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ദെൻ ലാപ്ടോപ്പ് എടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യും. പ്രോഗ്രാം കോഡ് ചെയ്യുന്നത് ഞാൻ എനിക്കറിയുന്ന ഭാഷയിലാണ്, ഹൈ ലെവൽ ലാംഗ്വേജാണ്. അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനാണ് ട്രാൻസ്ലേഷൻ. 5ാമത്തെ സ്റ്റേജാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് പ്രോഗ്രാം അല്ലേ. ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിബഗ്ഗിങ്. എറർ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യും. ഡിബഗ് ചെയ്ത് പക്ക സെറ്റ് ആയാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. ഫൈനലി ഹാൻഡ് ഓവർ ചെയ്യുക ഡോക്യുമെന്റേഷൻ. ഇത് ഷഫിൾ ചെയ്തിട്ട് വരാം, ഓർഡർ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോ. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡിബഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ഫൈനലി ഡോക്യുമെന്റേഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അൽഗോരിതം എഴുതുമ്പോൾ ഫസ്റ്റ് ഇറ്റ് ആക്സെപ്റ്റ് സം ഇൻപുട്സ്. വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ആക്സെപ്റ്റ് സം ഇൻപുട്സ്. ആ ഇൻപുട്ട് മാത്രം കിട്ടിയാൽ പോരാ, യൂസ് വേരിയബിൾ ടു റെഫർ ഡാറ്റ. അത് സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ വേണം. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, ഈ സ്റ്റെപ്സൊക്കെ മസ്റ്റ് ബി ഫൈനൈറ്റ് ആവണം, കൗണ്ടബിൾ ആവണം, എണ്ണാൻ പറ്റണം. സ്റ്റെപ്സ് ഇൻഫിനിറ്റിക്ക് പോകാൻ പാടില്ല. നാലാമത്തെ പോയിന്റ്, ക്ലിയർ കട്ട് സാധനങ്ങളായിരിക്കും, പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യുവസ്. And finally, after the executing all the instruction, എന്ത് വേണം? It must be provide some outputs. അല്ലേ? Output will be obtained. Yes, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തെ പാർട്ട് ഫ്ലോ ചാർട്ട്. പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, പിക്ചറായി വരക്കുമ്പോൾ അതിന് സം സെറ്റ് ഓഫ് റൂൾസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സം സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ടാവും. ഓവൽ ഷേപ്പാണ്. ദെൻ റെക്ടാങ്കിൾ ആണ്, പ്രോസസ് ഓർ കാൽക്കുലേഷൻ. ഡയമണ്ട് ആണ്, ഡിസിഷൻ മേക്കിംഗ്. പാരലോഗ്രാം ആണ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്സ്. ദെൻ കണക്ചർ ആണ്, പെയറായിട്ട് വരുന്നത് കണക്ചറാണ്. ആരോ മാർക്ക്, ഫ്ലോ ലൈൻസ്. ദെൻ കം ടു ഫ്ലോ ചാർട്ട്സ്. ഫ്ലോ ചാർട്ടിൽ ഒരുപാട് സിമ്പിൾസ് ഉണ്ടാവും അല്ലേ. സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് ഫ്ലോ ചാർട്ട് വരക്കുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് എന്താ, അഡ്വാൻറ്റേജ് എന്താ? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവായിട്ട് അല്ലേ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമുക്ക് ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫക്റ്റീവ് കോഡിങ് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് കോഡിങ്. സ്വാഭാവികമായിട്ട് ഡയഗ്രം വരക്കുമ്പം അതിന് കുറേ പോരായ്മകൾ ഉണ്ടാവും. ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്, അതിനെന്താ? ടൈം കൺസ്യൂമിംഗ് ആണ്, സമയമെടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. ദർ ഇസ് നോ സ്റ്റാൻഡേർഡ്സ്. എന്തെങ്കിലും ലോജിക്കൽ ചേഞ്ച് വന്നാൽ എനി ചേഞ്ചസ് ഓൺ ദ ലോജിക് ഇറ്റ് എന്ത് ചെയ്യണം? റീകൺസ്ട്രക്ട് ചെയ്യണം എൻ്റർ ഫ്ലോ ചാർട്ട്സ്. ഇത്രയേ ഉള്ളൂ അൽഗോരിതം ഫ്ലോ ചാർട്ട്. ഇനി ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം. സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഇതിൻ്റെ അൽഗോരിതം ചോദിച്ചാൽ ചെയ്യേണ്ട പണി, എല്ലാ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്സ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ചെയ്യണം. എന്തൊക്കെ ഇൻപുട്ട് ചെയ്യണം? സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. A, B, C 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു. സമ്മ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെ സമ്മ് ഫൈൻഡ് ചെയ്യുക? സം ഈസ് ഈക്വൽ ടു A + B + C. ദെൻ ആവറേജ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ആവറേജ് ഫൈൻഡ് ചെയ്യുക? ആവറേജ് ഈസ് ഈക്വൽ ടു, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്, സം ഡിവൈഡഡ് ബൈ 3.
ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാം. എന്തൊക്കെ പ്രിന്റ് ചെയ്യാം? പ്രിന്റ് സമ്മും പ്രിന്റ് ചെയ്യാം, അതേപോലെ ആവറേജും പ്രിന്റ് ചെയ്യാം. ഫൈനലി സ്റ്റോപ്പ്. ഇത്രയുള്ളൂ പണി. അപ്പോൾ ഇതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? സ്റ്റാർട്ടിന്റെ സിമ്പിൾ സ്റ്റാർട്ട്, അതെ ഓവൽ ഷേപ്പാണ്. ദെൻ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ടിൻ്റെ ഷേപ്പാണ് പാരലോഗ്രാം. ഇൻപുട്ട് എന്തൊക്കെ ഇൻപുട്ട് ചെയ്യണം? എ വേണം, ബി വേണം, സി വേണം. ദെൻ ഫൈൻഡ് ചെയ്യണം. എന്ത് ഫൈൻഡ് ചെയ്യുക? സമ്മ് ഫൈൻഡ് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ദെൻ ആവറേജ് ഫൈൻഡ് ചെയ്യണം. ആവറേജ് വീണ്ടും കാൽക്കുലേഷൻ ആണ്, പ്രോസസ്സാണ്. പ്രോസസ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ സിമ്പിളാണ്. ദെൻ പ്രിന്റ്. എന്ത് പ്രിന്റ് ചെയ്യാം? സമ്മും വേണം, അതേപോലെ ആവറേജും പ്രിന്റ് ചെയ്യാം. സം ആവറേജ്. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സെറ്റല്ല. എന്നാൽ നമുക്ക് മറ്റൊരു അല്ലേ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും സ്റ്റാർട്ട് തന്നെ. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ് ചോദ്യം. സർക്കിളിൻ്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ. അറിയാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2πr ആണ്. അപ്പോൾ ഇതിലൊക്കെ പൈ എന്താണ് എല്ലാവർക്കും അറിയുന്ന വാല്യൂ 3.14. അപ്പോൾ ആർ എന്നുള്ള സാധനം അറിയില്ല, അറിയാത്ത സാധനമാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് ആർ. തേർഡ് സ്റ്റെപ്പ് ഏരിയ ഫൈൻഡ് ചെയ്യണം. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നാണ്. 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ. ഞാൻ പെരിന്ന് എഴുതി. 2 ഇൻറ്റു 3.14 ഇൻറ്റു ആർ. അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ഏരിയ പ്രിന്റ് ചെയ്യണം, അതുപോലെ പെരിമീറ്ററും പ്രിന്റ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഇതിന് ഫ്ലോ ചാർട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്റ്റാർട്ട് ഓവൽ ഷേപ്പ്, സ്റ്റോപ്പ് ഓവൽ ഷേപ്പ്. ഇൻപുട്ട് അറിയുമ്പോൾ പാരലോഗ്രാം. ദെൻ ഏരിയ ഈക്വൽ ടു കണ്ടാൽ അത് റെക്റ്റാങ്കിൾ ആയി. ദെൻ പ്രിന്റ് പാരലോഗ്രാം, ദെൻ സ്റ്റോപ്പ്. ഡയറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡ് ഓർ ഈവൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓഡ് ഓർ ഈവൻ. ഓഡ് ഓർ ഈവൻ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ 7 ഓടാണോ ഈവൻ ആണെന്ന് വെച്ചാൽ ഓടാണ്. 84 ഓടാണോ ഈവൻ ആണെന്ന് ചോദിച്ചാൽ ഈവൻ ആണ്. എങ്ങനെ മനസ്സിലായി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യലാണ് ഇവിടുത്തെ ടാസ്ക്. എന്താ? 2 കൊണ്ട് റിമൈൻഡർ ആണ് നമുക്ക് എടുക്കുന്നുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡറിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് മോഡുലസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് സിമ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ഒരു നമ്പർ n. തേർഡ് സ്റ്റെപ്പ് ഈ നമ്പർ ഈഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലയോ. ഇതാ കണ്ടോ, n mod 2. ഇനി അതല്ല, n mod 2ന് പകരം പെർസെൻറ്റേജ് ഇട്ടാലും നോ പ്രോബ്ലം. n mod 2 ഈക്വൽ ടു 0 ആണെങ്കിൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ എന്താ ചെയ്യുക? പ്രിന്റ് ഈവൻ. കണ്ട, പ്രിന്റ് ഈവൻ. അതല്ല എങ്കിൽ എൽസ്. അതല്ല എങ്കിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഓഡ് നമ്പറാണ്. ദെൻ സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം വരക്കണം അല്ലേ. ഇത് വെറൈറ്റി സാധനമാണ്. ഈഫ് വന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ഓവൽ ഷേപ്പ് പ്ലേസ് ചെയ്യും. സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇൻപുട്ടാണ്. ഇൻപുട്ട് വാല്യൂ അല്ലേ. ഇൻപുട്ട് n വാല്യൂ ഇൻപുട്ട് ചെയ്തു. ഈഫ് കണ്ടാൽ അത് ഡയമണ്ട് ഷേപ്പാണ്. ആ ഡയമണ്ട് ഷേപ്പിൽ ഈഫ് ഞാൻ എന്താണോ തന്നത് ആ കണ്ടീഷൻ അതേപോലെ ഇതാ ഈക്വൽ ടു 0. 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. യെസ് എന്നുള്ള ഓപ്ഷനും വരാം, നോ എന്നുള്ള ഓപ്ഷനും വരാം. യെസ് ആണെങ്കിൽ എന്താ? പ്രിന്റ് ഈവൻ. പ്രിന്റിന്റെ കമന്റ് എന്താ? പാരലോഗ്രാം ആണ്. പ്രിന്റ് ഈവൻ. അതല്ല എങ്കിൽ യെസ് പ്രിന്റ്. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഓഡ് നമ്പർ. അവസാനം ഇത് 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സ്റ്റോപ്പിലേക്ക് പ്ലേസ് ചെയ്യാം. സിമ്പിൾ. അപ്പോൾ നെക്സ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. യെസ്, ബിഗസ്റ്റ് among 2 numbers. ബിഗസ്റ്റ് among 2 numbers ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട്. എന്താ ഇൻപുട്ട് ചെയ്യുക? 2 നമ്പേഴ്സ് വേണം, a, b. ഈഫ് a ഗ്രേറ്റർ ദാൻ b ആണെങ്കിൽ ആരെ? a ഗ്രേറ്റർ ദാൻ b ആണെങ്കിൽ ആരെ വലുത്? പ്രിന്റ് ചെയ്യേ. അതല്ലെങ്കിലോ എൽസ് പ്രിന്റ് b. അഞ്ചാമത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഇതേപോലെ ഡയഗ്രമാണ്. ഈഫ് വന്നാൽ ഡയമണ്ട് ഷേപ്പ് വരും. സെറ്റ് അല്ലേ? സോ അതിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റില്ലേ? യെസ്. നെക്സ്റ്റ് വൺ, പ്രിന്റ് 1 to 100. ഇത് മറ്റൊരു കാറ്റഗറിയാണ്. ലൂപ്പ് എന്ന് പറയും, വട്ടം ചുറ്റലാണ്. 1 to 100ന്റെ ലൂപ്പ് കാണണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ടാസ്ക് എന്താ? 1 to 100 ആണ്. ഇതിൽ അറിയാത്തതായിട്ട് ഒന്നുമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്ന് എഴുതാം.
സെക്കൻഡ് സ്റ്റെപ്പ് അറിയാത്തത് 1 മുതൽ 100 വരെയെന്ന് ഫിക്സഡ് ആണ്. 1 സ്റ്റാർട്ടിംഗ് ആണ്, 100 എൻഡിങ് ആണ്, എല്ലാം ഫിക്സഡ് ആയതിനാൽ എ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, a = 1, എൻ്റെ വില 1 ആണ്. തേർഡ് സ്റ്റെപ്പ് പ്രിന്റ് ചെയ്യുക, ചുമ്മാ പ്രിന്റ് ചെയ്യുക, എ പ്രിന്റ് ചെയ്യുക. അപ്പം 1 എന്ന് പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്താൽ മതിയോ? ഇല്ല, 1 to 100 ആണ്. അപ്പം 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 2 ആണ്. 2 എങ്ങനെ കിട്ടാം? എന്നോട് കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്താൽ മതി. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈഫ് എൻ്റെ വാല്യൂ 100ൽ കുറവാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് എവിടേക്ക് പോകണം? ഗോ ടു സ്റ്റെപ്പ് 4ലേക്ക് പോകും. സോറി, ഗോ ടു സ്റ്റെപ്പ് 3ലേക്ക് പോവാം. എൽസ് അല്ലെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 6th സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഇനി ഞാൻ പഠിപ്പിക്കുന്ന ഈ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ വന്നു 2 4 6 8 ഞാൻ പഠിപ്പിക്കാത്ത വന്നു എന്ന് പറയരുത്. കാരണം എന്താ? എൻ്റെ വാല്യൂ ഇവിടെ ജസ്റ്റ് 2 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ a = 2 എന്ന് കൊടുത്താൽ മതി. അടുത്ത എന്താ? 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 4 ആണ്. അപ്പോൾ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 2. അപ്പോൾ a = a+2 കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം എങ്ങനെ വരയ്ക്കുക? ഡയഗ്രം വരയ്ക്കുമ്പോൾ നല്ല രസമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ആ സ്റ്റാർട്ട് അതേപോലെ എഴുതി. a = 1 ആണ്. ഈക്വൽ ടു വന്നാൽ എന്താടാ? റെക്റ്റാങ്കിൾ ഷേപ്പാണ്. a = 1. ദെൻ നെക്സ്റ്റ് വൺ പ്രിൻ്റ് ആണ്. പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പാരലോഗ്രാമിൽ പ്രിന്റ് എന്ന് കൊടുത്തു. എ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? a = a+1. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അൽഗോരിതം തന്നിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ്. ഈഫ് കണ്ടോ? ആ ഈഫിൻ്റെ ഉള്ളിൽ ആ കണ്ടീഷൻ അതേപോലെ ഇതാ. എൻ്റെ വാല്യൂ <100 ആണെങ്കിൽ, യെസ് ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുക. ഒരിക്കലും പാരലോഗ്രാമിലേക്ക് വരയ്ക്കുക, ആരോമക്കിൽ വരയ്ക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. സോ ഇതിൻ്റെ അതേപോലെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് 100 to 1. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 100 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾ വരക്കും, അൽഗോരിതം ഞാൻ വരച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്സ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 100 to 1 ആണ്. സോ a = 100. എൻ്റെ സ്റ്റെപ്പ് നോക്കി, a = 1 ആണ്. അപ്പോൾ a = 100. തേർഡ് സ്റ്റെപ്പ് സെയിം സ്റ്റെപ്പ് പ്രിന്റ് a. ഫോർത്ത് സ്റ്റെപ്പ് എൻ്റെ വാല്യൂ 1 കുറയണം, a = a-1. എത്ര വരെ പോകണം? 100 വരെയാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ? 100 to 1 ആണ്. ഈഫ് a > 1 ആണെങ്കിൽ, എൻ്റെ വാല്യൂ > 1 ആണെങ്കിൽ, ദെൻ എന്താ? a > 1 ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. ഗോ ടു സ്റ്റെപ്പ് 3ലേക്ക് പോകണം. എൽസ് ഗോ ടു സ്റ്റെപ്പ് 6th സ്റ്റെപ്പ് സ്റ്റോപ്പ്. അവിടെ അവസാനിച്ചു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് അൽഗോരിതം കഴിഞ്ഞു, ഫ്ലോ ചാർട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജാണ് പ്രോഗ്രാം കോഡിംഗ്. ഏത് ഭാഷയിലാണ് ടൈപ്പ് ചെയ്യാം? ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്നതിനെ പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കോൾഡ് സോഴ്സ് കോഡ് എന്ന് പറയും. അപ്പോൾ ഈ സോഴ്സ് കോഡിൽ പറഞ്ഞാൽ 0s and 1s രൂപമല്ല, ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. 0 and 1 രൂപത്തിലേക്ക് മാറുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. അതായത് LLL അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് രൂപത്തിലാണ് ഉണ്ടാവുക. ഇതെന്ത് രൂപത്തിലാണ്? ഹൈ ലെവൽ ലാംഗ്വേജ്. സോ നെക്സ്റ്റ് വൺ ട്രാൻസ്ലേഷൻ എന്താണ്? Actually, what you mean by translation is a process of converting high-level language into low-level language is called translation. We have two methods in there. Compiler and interpreter. Compiler means it converts high-level language into low-level language at once. Or Now, interpreter എന്ന് പറഞ്ഞാൽ എന്താ? It convert high level language into low level language എങ്ങനെടാ? by line methods. Line methods. Yes. Set അല്ലേ? So next one. Debugging. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താടാ? ഡീബഗ്ഗിങ്. എന്താ ഡീബഗ്ഗിങ്? പ്രോസസ് ഓഫ് കൺവേർട്ടിങ് അല്ലെ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ്. കണ്ടെത്തലാണ്, തെറ്റുകൾ കണ്ടെത്തൽ. ബഗ് എന്ന് പറഞ്ഞാൽ ഇററാണ്, ഡിബഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് എറർ. അപ്പോൾ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ഈസ് കോൾഡ് എന്താ? ഡീബഗ്ഗിങ്. പ്രോസസ് ഓഫ് ഡിറ്റക്ട് കണ്ടെത്തുക. 3 ടൈപ്പ് എറർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് 3 ടൈപ്പ് ഓഫ് ടൈപ്സ് ഓഫ് എറേഴ്സ് അല്ല. 3 ടൈപ്പ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണ്? സിൻടാക്സ് എറർ, ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്ക്, വയലേഷൻ ഓഫ് റൂളാണ്. ദെൻ ലോജിക്കൽ എറർ, ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക്, ബുദ്ധിയിൽ വന്ന എറർ. ഇതിനുള്ള എക്സാമ്പിളാണ് a × b ചെയ്യുന്നതിന് പകരം a+b ചെയ്യാം. അതായത് തെറ്റില്ല, അല്ല വർക്ക് ചെയ്യും പക്ഷെ കിട്ടിയ ഉത്തരം തെറ്റാണ്. ദാറ്റ് എറർ ഈസ് കോൾഡ് ലോജിക്കൽ എറർ.
ദെൻ റൺ ടൈം എറർ ഇറ്റ് ഒക്കർ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം. റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറർ വരിക. സോ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഒരു ഫർദർ യൂസേജിന് വേണ്ടി അല്ലെ, വേറെ ഒരാൾ വായിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ ഡോക്യുമെൻറ്റേഷൻ. അപ്പം വി ഹാവ് 2 ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. എന്തൊക്കെയാ? ഇന്റേണൽ ഡോക്യുമെൻറ്റേഷനും എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനും. പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കമൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഇന്റേണൽ ഡോക്യുമെൻറ്റേഷൻ. റൈറ്റിംഗ് കമൻറ്റ്സ് ഇൻ ദ സോഴ്സ് കോഡ്, സോഴ്സ് കോഡിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അതല്ല പുറമെ ഒരു എക്സ്റ്റേണൽ കോപ്പി ആക്കി കൊടുക്കുക, ദാറ്റ് ഈസ് ഹാർഡ് കോപ്പി, അല്ലെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെയുള്ള ഒരു ലേബൽ, പ്രിപ്പറേഷൻ ഓഫ് സിസ്റ്റം മാനുവൽ ഓർ യൂസർ മാനുവൽ, അങ്ങനെയുള്ള ഹാർഡ് കോപ്പി ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ.